ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ എണ്ണയാണ് കേട്ടോ. ഇത് നല്ല മുടി വളരാനും മുടി നല്ല കറുത്തിരിക്കാനും പറ്റിയൊരു കറുത്ത ഓയിലാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് എണ്ണ കാച്ചിയെടുക്കുമ്പോൾ ഉണ്ടാവുക കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഇനി ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് നാട്ടിൻ പ്രദേശത്ത് കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ. കറിവേപ്പിലയുണ്ട്. കറിവേപ്പില ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. 1.5 ലിറ്റർ ഓയിലാണ്, വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. എണ്ണ കാച്ചാൻ വേണ്ടി ഞാൻ നാട്ടിലേക്ക് വന്ന കാര്യമൊക്കെ അറിയിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ നാട്ടിൽ മാത്രമാണ് കേട്ടോ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. കറിവേപ്പില, പിന്നെ അലോവേര ഒരു 5 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് ഭൃംഗരാജയാണ് കേട്ടോ, വേരോട് കൂടി. സമൂലം എന്ന് പറയില്ലേ, ഇത് വേരോട് കൂടി പറിച്ച് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഇവിടുത്തെ നാട്ടിൽ നല്ല സുലഭമായിട്ട് കിട്ടുന്നതാണ്. പല വീഡിയോസിൽ ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മൈലാഞ്ചി, ഇതും നമ്മുടെ വീട്ടിലുള്ളതാണ്. ഇത്രയും സാധനങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി ഈ മൈലാഞ്ചി ഇല എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രമാണ് കേട്ടോ. ഞാനിവിടെ ഇൻഡാലിയത്തിൻ്റെ കടായിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ആദ്യം തന്നെ ഞാനിവിടെ നെല്ലിക്ക അരിഞ്ഞെടുക്കുകയാണേ. നെല്ലിക്ക കുരു ഇതിൽ ഇട്ട് പോകരുത് കേട്ടോ. നെല്ലിക്ക മുടിക്കറുപ്പിനും മുടി വളരാനൊക്കെ വളരെ നല്ലതാണ്. 1/4 കിലോനോളം നെല്ലിക്കയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ കറ്റാർ വാഴ, അലോവേരയും കൂടെ ഇതുപോലെ മുറിച്ചിടുകയാണ്. ഞാനിതിൻ്റെ ജെല്ലല്ല കേട്ടോ എടുക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട. അലോവേരയിലും നെല്ലിക്കയിലൊക്കെ വെള്ളമുണ്ട്, അത് മതിയാവും. ഇനി ഇത് ഒട്ടും തന്നെ അരിക്കാതെ നമ്മൾ ഈ കടായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതുപോലെ തന്നെ കറിവേപ്പില അരച്ചെടുക്കണം. കറിവേപ്പില ഞാൻ എൻ്റെ വീട്ടിൽ ഇതുപോലെ കുറച്ച് വലിയ മരം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊന്നും വേണമെന്നൊന്നുമില്ല, കുറച്ചെടുത്താലും മതി. ഒരു 4-5 തണ്ട് എടുത്താലും മതിയാവും. അപ്പോൾ ഇല മുഴുവനായിട്ടും ഇട്ടതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അതും ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ഇപ്പോൾ അരിക്കുന്നില്ല കേട്ടോ. ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് മൈലാഞ്ചി ഇലയും കൂടെ ഇതുപോലെ ഇലയൊക്കെ എടുത്തിട്ട് അരച്ചെടുക്കണം. മൈലാഞ്ചി ഇല അരയ്ക്കുമ്പോഴും നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒത്തിരി വെള്ളം ആവരുത്. നമ്മൾക്കിതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ അത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതും ഇതുപോലെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് അരച്ചെടുക്കാമെന്നുള്ളത് ഭൃംഗരാജയാണ് കേട്ടോ. ഭൃംഗരാജ, കഞ്ഞുണ്ണി, കയ്യോന്നി എന്നൊക്കെ പറയും. അപ്പോൾ അതും കൂടെ നമുക്കിതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഒത്തിരി വലുതൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ തണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഒടിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ മിക്സിയിൽ അരച്ചെടുക്കാൻ. കാരണം ഇല്ലെങ്കിൽ മിക്സി വേഗം ചൂടായി പോകും. അപ്പോൾ ഇതിങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഒരു സാധാരണ നമ്മളിതൊക്കെ പച്ചിലകളൊക്കെ അരച്ചെടുക്കുന്ന ഒരു കളറല്ല കേട്ടോ ഉണ്ടാവുക. ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇനി കയ്യോന്നിയും കൂടെ ഇതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു 10-15 ദിവസമായി കേട്ടോ വീഡിയോ ഇട്ടിട്ട്. ഈ ഫോൺ നമ്മുടെ കയ്യിലില്ലായിരുന്നു. ഫോൺ നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ബസ്സിൽ കളഞ്ഞു പോയതാണ് കേട്ടോ. കുറേ തിരച്ചിലിന് ശേഷമാണ് നമുക്ക് ഈ ഫോൺ നമുക്ക് തിരിച്ച് കിട്ടിയത്. അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഒട്ടും വീഡിയോ ഇടാതിരുന്ന ആ സമയത്ത് പോലും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ കയ്യോന്നി അരച്ച് വന്നപ്പോൾ ഈ ഒരു കളറാണ്, ഇൻഡിഗോ പൗഡറിൻ്റെ ഒരു കളറൊക്കെയാണ് കേട്ടോ. ഇത് ഇരിക്കുന്നതോറും നല്ല കറുപ്പായിട്ടാണ് വരിക കയ്യോന്നി. അപ്പോൾ എല്ലാം കൂടെ അരച്ചെടുത്തപ്പോൾ ഇത്രയും ഉണ്ട് കണ്ടോ. ഇത് കുറച്ച് പണിയാണ്. എല്ലാം ഒന്ന് അരച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. വേറെ കുറച്ചുകൂടെ സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ആദ്യത്തെ പടിയാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾക്കിതിലേക്ക് ഞാനിവിടെ 1.5 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ആദ്യം ഞാനിവിടെ 1 ലിറ്റർ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഞാനിവിടെ അടുപ്പിലാണ് വെക്കുന്നത്. ചോറ് വെച്ച് ഇറക്കിയതേ ഉള്ളൂ കേട്ടോ. അടുപ്പിൽ നല്ല ചൂടാണ്.
അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് നാട്ടിൽ വരുമ്പോൾ മാത്രമേ നടക്കുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം പിന്നെ നമ്മൾ പൊടികളും പിന്നെ ഇവിടെ കിട്ടുന്ന ഓയിലൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതാ എണ്ണ എവിടെ ആണെങ്കിലും ശരി കാച്ചെണ്ണ മാത്രമേ ഞാൻ തേക്കാറുള്ളൂ കേട്ടോ. മക്കൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി നാട്ടിലൊക്കെ പോകാനായതുകൊണ്ടാണ് കുറച്ചധികം എണ്ണ ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിലൊന്ന് തിളച്ച് വരണം കേട്ടോ. ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. ആദ്യമൊക്കെ തിളച്ച് വരുന്ന സമയം നമ്മൾക്ക് ഇടയ്ക്ക് മാത്രം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി ഇരിക്കും, കാരണം നമ്മൾ ഓരോ സ്റ്റെപ്പും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കളറ് മാറുന്നതും ഈ എണ്ണ ഇങ്ങനെ മേലെ തെളിഞ്ഞ് വരുന്നതും നമ്മുടെ ഈ ഒഴിച്ചിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ ഒന്ന് മുറുകി വരുന്നതൊക്കെ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മൾ കയ്യോന്നിയും പിന്നെ മൈലാഞ്ചി ഇലയൊക്കെ ചേർത്തില്ലേ, അതിൻ്റെയാണ് കേട്ടോ. പ്രത്യേകിച്ച് മൈലാഞ്ചി ഇലയുടെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കണ്ടോ കുറേശ്ശെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് കുറച്ച് സമയം എടുക്കും. അടുപ്പിലൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും, എന്നാലും കുഴപ്പമില്ല. നമ്മൾക്ക് ഒരു മാസത്തിനൊക്കെ ഉള്ളത് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് തിളച്ച് വരട്ടെ. കുറച്ചും കൂടെ പണിയുണ്ട് നമുക്ക്. ഞാനിവിടെ ഒരു 4 സ്പൂണോളം കരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. കരിഞ്ജീരകം നമുക്ക് മുടി വളരാനും മുടിക്കറുപ്പിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് അധികം ആയാലും കുഴപ്പമൊന്നുമില്ല. കരിഞ്ജീരകം അത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് കൊടുത്തു. ഇനി ഒരു 5 സ്പൂണോളം ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലാക്സ് സീഡ് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ഇതാ ഒരു 4 സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു. കടുക് നമുക്ക് മുടി വളരാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചായപ്പൊടിയാണ്, നമ്മൾ ടീ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ടീ പൗഡർ. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഒരു 20ഓളം ഗ്രാമ്പൂ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉലുവ ഒന്ന് വറുത്തെടുത്തതാണ് കേട്ടോ. ഉലുവ ഞാനിവിടെ 2 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത്രയും ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതാ പൊടിച്ചെടുത്തപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും മുടിയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നവർക്കും അതുപോലെ തന്നെ മുടി കറുപ്പിനാവശ്യമായിട്ടുള്ളവർക്കൊക്കെ കാച്ചാൻ പറ്റിയ ഒരു എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ കളറൊക്കെ മാറി ഇങ്ങനെ കറുത്ത് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഓയിൽ. ഇതുപോലെയാണ് ഇരിക്കുക. ഓയിലിങ്ങനെ ഒഴിച്ച് വരുമ്പോൾ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കില്ലേ, തേങ്ങയൊക്കെ വറുത്തെടുക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതിനോട് കൂടി തന്നെ നമ്മൾ ഒഴിക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണയുടെ കളറൊക്കെ മാറി വരും. ഇതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ പിടിച്ചിരിക്കും. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിനി വെളിച്ചെണ്ണ, ബാക്കിയുള്ള വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1.5 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. 1 ലിറ്റർ നേരത്തെ ഒഴിച്ചു കൊടുത്തു, 1/2 ലിറ്റർ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ മേലെ ഇങ്ങനെ ഊറി വരും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇത്ര സമയം വരെ ഞാൻ ഇടയിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിരുന്നത്. ഇനി ഇതൊന്ന് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ശരിക്കും നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഈ വെളിച്ചെണ്ണ ഉണ്ടാവുക. അതാ തിളയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് പണിയാണെങ്കിലും നമ്മൾക്കൊരു 1 മാസം 1.5 മാസം വരെയൊക്കെ ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഞാനൊരു 3 മാസം വരെയൊന്നും എണ്ണ ഇതുപോലെ ഉണ്ടാക്കി വെക്കില്ല കേട്ടോ. മാക്സിമം ഒരു 2 മാസം വരെയൊക്കെ വെക്കുകയുള്ളൂ. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ച് തിളയൊക്കെ ഇങ്ങനെ മേലെ വരും, കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് വരേണ്ടത്. ഏതാണ്ട് നമ്മുടെ വെളിച്ചെണ്ണയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ പത വരുന്ന കണ്ടില്ലേ, ഈ പത ഇങ്ങനെ വന്ന് പിന്നെ ആ പത ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നിൽക്കും. ആ സമയത്ത് നമുക്ക് ഇതിനെ ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ഇതുപോലെ കണ്ടാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു വേഗ് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാ തിളയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളൊരു സ്പൂണോ തവിയൊക്കെ വെച്ച് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണയുടെ കളർ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി വെളിച്ചമില്ലാത്ത ഭാഗത്താണ് ഞങ്ങൾ അടുപ്പ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് മങ്ങതയിൽ കാണുന്നത്. എന്നാലും നല്ല കളറൊക്കെ അറിയുന്നുണ്ട്.
ഇനി നമുക്കിതിനെ ഓഫ് ചെയ്തിടാം കേട്ടോ. കാരണം ഈ ഒരു തീയിൽ തന്നെ കിടന്ന് നന്നായിട്ട് ഇത് ആയി വരും. അപ്പോൾ ഞാനിവിടെ ചൂടാറിയതിന് ശേഷം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇറക്കി വെച്ച് 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മുടെ എണ്ണയൊക്കെ കണ്ടില്ലേ, നല്ലോണം ഊറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന ഈ കൽക്കമില്ലേ, ഇതിനെ ഇനി നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതൊരു തുണിയിലേക്ക് അരിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുകയും ചെയ്യാം. എളുപ്പത്തിനായിട്ട് ഞാനിവിടെ നല്ല ഉണങ്ങിയ തുണിയിലേക്ക് ഇതിൻ്റെ കൽക്കമൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്ത് നല്ല ഓയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടാറണേ, ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കൈ നല്ലോണം പൊള്ളിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒറ്റ ട്രിപ്പിനാണ് ഞാനിതിനെ അരിച്ചെടുക്കുന്നത് കേട്ടോ. കൽക്കമൊക്കെ നമുക്ക് ആദ്യം തന്നെ പിഴിഞ്ഞെടുക്കാം. പിന്നീട് നമുക്ക് എണ്ണ വേറെ തന്നെ അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി, വേഗം നമ്മുടെ പണി കഴിയും കേട്ടോ. അപ്പോൾ നല്ല കളറാണ്. ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ കളർ വരുന്നത് എങ്ങനെയാണെന്നുള്ളത്. കുറേശ്ശെ ഞാൻ ഞാനിത് മോളുടെ തലയിൽ ഇട്ട് കൊടുക്കുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. കാരണം സ്കൂളൊക്കെ തുറക്കാനായില്ലേ, അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇത് തേച്ച് കൊടുക്കാതൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിലൊക്കെ പോയപ്പോൾ കുറച്ച് മടിയായി. പിന്നെ എണ്ണ തേക്കിലൊക്കെ കുറച്ച് കുറഞ്ഞപ്പോൾ ഡാൻഡ്രഫൊക്കെ ഉണ്ട്. അപ്പോൾ തലയിൽ നല്ലോണം ഇതുപോലെ ഈ ഒരു രീതിയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പോകാനായിട്ടുണ്ട്, അതിൻ്റെ കുറേ ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ. അടുക്കളയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതിൻ്റെ കുറേ പരിമിതികളും കൂടെ ഉണ്ട്. അപ്പോൾ നല്ലോണം ഇതുപോലെ എണ്ണയൊക്കെ തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം മൈൽഡ് ഷാമ്പു പുളിച്ച കഞ്ഞിവെള്ളത്തിലൊക്കെ ഒഴിച്ച് നമ്മൾ കഴുകിയെടുക്കണേ. അപ്പോൾ ഇത് മുടി നന്നായിട്ടൊന്ന് വെട്ടിക്കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലായിടത്തും ഒന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നത്. ഇത്രയും ഗ്യാപ്പുള്ള ഒരു ചീർപ്പെടുത്തിട്ട് നന്നായിട്ട് എണ്ണയിട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചീകിയെടുക്കണം കേട്ടോ. ഇത് മുടിയൊന്നും പൊട്ടിപ്പോവുകയൊന്നുമില്ല, അത്രയും ഗ്യാപ്പുള്ളൊരു ചീർപ്പാണ് കേട്ടോ അത്. ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു മസാജിങ് എഫക്റ്റുമാണ്. എണ്ണയൊക്കെ നല്ലോണം എല്ലായിടത്തും പിടിക്കുകയും ചെയ്യും. അപ്പം നന്നായിട്ട് ചീകി ഒതുക്കി മുടി കെട്ടി വെച്ച് അരമണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാനിത് കഴുകിക്കളയുന്നത്. മിക്കവാറും ഞാൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള എണ്ണയുണ്ടല്ലോ, ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. കുറച്ചധികം കൊണ്ടുപോകുന്നത് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കാം. ശരിക്കും ഓയിലിൻ്റെ കളറ് കണ്ടില്ലേ, നല്ല ഡാർക്ക് കളറായിട്ടാണ് ഇരിക്കുക കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇതുപോലുള്ള വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.